Friends, welcome to Commerce Bytes. I hope you people are all doing well. To my dear students, to my dear newcomers out there, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ പോയി കഴിയുമ്പോൾ കാണാം ഞാൻ കുറേ അധികം പ്ലേലിസ്റ്റ് വൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഡു ട്രൈ ടു വാച്ച് ഓൾ ദാറ്റ് വീഡിയോസ് ആൻഡ് ഇറ്റ് വിൽ ബി പെർഫെക്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻസ്. And you can definitely crack this Kerala Set 2022 exams. Okay? ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ന്യൂ കമേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, ആ സ്റ്റുഡൻസിന് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ഈ കേരള സെറ്റിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻലി ഇൻ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. അതിൽ 60 ക്വസ്റ്റ്യൻസ് ജി കെയിൽ നിന്നാണ്, ബാലൻസ് 60 വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഹയർ എഡ്യൂക്കേഷൻ, പിന്നെ BEd പോർഷൻസ്. സോ ആ ഒരു സെക്കൻഡ് സെക്ഷനാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ സെയിം ഡിറ്റോ ആയിട്ടുള്ള ടോപ്പിക്സ് അവർ അതിൽ നിന്ന് തന്നെ ചോദിച്ച് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇത്ര സ്റ്റിക്ക് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനോട് പറയാനുള്ളതും അത് തന്നെയാണ്. നിങ്ങൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ ഒരു അപ്രോച്ച് ലെവൽ പോകേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്കാണ്. ഓക്കെ, സോ ഞാൻ എൻ്റെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ കുറേ അധികം വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 2020 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, 2019, 2018, 17, 16, പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് പ്രാക്ടീസ് ഔട്ട് ചെയ്യാനായിട്ട് കുറേ അധികം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്, അതുപോലെ തന്നെ മാരത്തോൺ സീരീസ്, ഡെയിലി ടോപ്പ് മിനി സീരീസ്, വൺ ഓഫ് ദ ബെസ്റ്റസ്റ്റ് സീരീസാണ്. സ്റ്റുഡൻസിൻ്റെ വളരെയധികം ഫേവറേറ്റ് ആയിട്ടൊരു സീരീസാണ് ഡെയിലി ടോപ്പ് മിനി സീരീസ്. അത് ഫേവറേറ്റ് ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എൻ്റെ സ്റ്റുഡൻസ് മസ്റ്റായിട്ട് ഇതെല്ലാം വാച്ച് ചെയ്യണം. ഞാനിത്ര സ്ട്രെസ് ചെയ്ത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി ടേം ഇല്ലേ, ആ ഈച്ച് ആൻഡ് എവറി ടേം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് നമ്മളെടുത്തിട്ട് ഫിൽട്ടർ ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഞാൻ ആ ഒരു സീരീസിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് മസ്റ്റായിട്ട് ആ സീരീസ് കാണണം എന്ന് പറയുന്നത്. പിന്നെ ടീച്ചിങ് സീരീസ് ഉണ്ട്, കൊമേഴ്സിൻ്റെ സീരീസ് ഉണ്ട്, സ്റ്റുഡൻറ്റ് ഫേവറേറ്റ് സീരീസ് ഉണ്ട്, ഗോൾഡൻ സീരീസ്, മാത്സ് സീരീസ്, ഹയർ എഡ്യൂക്കേഷൻ. ഒട്ടും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സീരീസാണ് ഹയർ എഡ്യൂക്കേഷൻ സീരീസ്. എനിക്കറിയാം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് അത് വളരെ ബോറായിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കുറേ അധികം ട്രിക്സ് ഞാൻ ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സീരീസിൽ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സീരീസാണ്. പിന്നെ റിസർച്ച് സീരീസ്, നമ്മൾ ഇപ്പോൾ ഒരു 2-3 ഇയേഴ്സായിട്ട് നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻസാണ് ടൈപ്സ് ഓഫ് റിസർച്ചിലെ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിസർച്ച് സീരീസ് ഒഴിവാക്കാനേ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പം മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ സീരീസും മേക്ക് ഷുവർ ദാറ്റ് യു പീപ്പിൾ ഡെഫിനറ്റ്ലി വാച്ച് ദാറ്റ് സീരീസ്. ഓക്കെ, നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സൈഡിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ പ്ലേലിസ്റ്റ് എന്നുണ്ടാവും ഒരു ഹെഡ്. മൊബൈൽ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും യൂട്യൂബ് അറിയാം, അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം അറിയാം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട വരില്ല എന്നെനിക്കറിയാം. എന്നിരുന്നാൽ പോലും ഞാൻ പറയുന്നു, കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ എടുക്കുക. ആ ചാനൽ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഹെഡിൽ പ്ലേലിസ്റ്റ് എന്നുണ്ടാവും. ആ ഓരോ പ്ലേലിസ്റ്റ് വൈസ് നിങ്ങൾ കാണുക, അതിൻ്റെ നോട്ട്സ് നോട്ട് ഡൗൺ ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻസ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം എന്ന് എനിക്ക് നല്ല ഒരു സ്ട്രിക്റ്റ് റൂൾ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ എപ്പോൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനിരിക്കുമ്പോൾ ഒരു ബുക്കും പെന്നും നിങ്ങളുടെ കയ്യിലിരിക്കുക, എന്നിട്ട് എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോയിൻറ്റ്സ് എന്ന് മാത്രമല്ല, ഞാൻ എന്താണോ പറയുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് ആ ഓരോ പോയിൻറ്റും ഒന്നുപോലും വിടാതെ നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് റിവിഷൻ ടൈമിൽ നിങ്ങൾ നല്ല രീതിയിൽ അത് റിവൈസ് ചെയ്യുക. ഓക്കെ, സോ ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഐ ആം 100% വേണ്ട 110% ഷ്യൂറിറ്റി ദാറ്റ് യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ക്രാക്ക് ദിസ് പേപ്പർ 1. ഓക്കെ, പേപ്പർ 2 കൊമേഴ്സിനുള്ള സ്റ്റുഡൻസ് വിഷമിക്കേണ്ട, ഇന്ന് തുടങ്ങി നമുക്ക് കൊമേഴ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ,
സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് പോവാം. നമ്മൾ ഇന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 2 ആണ്. നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ ഡിസ്കസ് ചെയ്തത് 2021 14th ഓഗസ്റ്റ് കണ്ടക്ട് ചെയ്ത എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇന്ന് നമ്മളിപ്പോൾ 6 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് എനിക്കൊരു സജഷൻ കിട്ടി ദാറ്റ് ക്വൈറ്റ് ഒരു ലോങ് ആകുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഫോളോ ചെയ്യാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കട്ട് ഷോർട്ട് ചെയ്ത് 6 ക്വസ്റ്റ്യൻസ് ഇൻ 1 വീഡിയോ എന്നുള്ള കാറ്റഗറിയിലേക്കാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9 വരെ നമ്മൾ ഓൾറെഡി പാർട്ട് 1 നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഒരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടേക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്, ട്രയാക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് ഫോർവേഡഡ് ബൈ. ഈ സെയിം ക്വസ്റ്റ്യൻ, ഈ സെയിം ടോപ്പിക് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. സോ എൻ്റെ വീഡിയോസ് കണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ചാൾസ് സ്പിയർമാൻ, ഓപ്ഷൻ ബി തോറൻഡിക്, ഓപ്ഷൻ സി ഹോവാർഡ് ഗാർഡ്നർ ആൻഡ് ഓപ്ഷൻ ഡി Robert Sternberg. Here the answer will be option D, that is Robert Sternberg ആണ്. സ്പിയർമാൻ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? യെസ്, സ്പിയർമാൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ഓർക്കാൻ പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് 2 factor തിയറി ഓഫ് ഇൻ്റലിജൻസ് ആണ്. അദ്ദേഹമാണ് 2 factor തിയറി ഓഫ് ഇൻ്റലിജൻസ് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത്. സോ സ്പിയർമാൻ എന്ന് എവിടെ കേട്ടാലും എൻ്റെ സ്റ്റുഡൻസ് ആദ്യം നിങ്ങളുടെ മൈൻഡിലേക്ക് പോകേണ്ടത് 2 factor തിയറി ഓഫ് ഇൻ്റലിജൻസ് ആണ്. 2 factor എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട് 2 factor, ജനറൽ ഇൻ്റലിജൻസും സ്പെസിഫിക് ഇൻ്റലിജൻസും. സോ ഇനി നെക്സ്റ്റ് ടൈം ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യത്തെ 2022 ചിലപ്പോൾ വരാൻ പോകുന്നത് ഹു പ്രൊപ്പൗണ്ടഡ് ദ തിയറി ഓഫ് ഇൻ്റലിജൻസ് വിച്ച് ഡീൽസ് വിത്ത് G factor ഓഫ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് S factor ഓഫ് സ്പെസിഫിക് ഇൻ്റലിജൻസ്. സോ അവിടെ 2 ഇൻ്റലിജൻസ് തിയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ സ്റ്റുഡൻസിന് പറയാൻ പറ്റണം അത് അതിൻ്റെ ആൻസർ വരുന്നത് സ്പിയർമാൻ തന്നെയാണ് എന്ന്. മനസ്സിലായോ? അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. എങ്ങനെയാണ് നെക്സ്റ്റ് ടൈം നമ്മളുടെ എക്സാമിനേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു 6th സെൻസ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ തന്നെ ഒരു എക്സാമിനറിൻ്റെ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിച്ച് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. അവിടെയാണ് തിങ്കിങ് ലൈക്ക് എ പ്രോ അല്ലെങ്കിൽ തിങ്കിങ് ലൈക്ക് എ പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ ചാൾസ് സ്പിയർമാനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി തോറൻഡിക്കിനെ പറ്റി നിങ്ങൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? ജസ്റ്റ് തിങ്ക്. നിങ്ങൾ BEd ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് BEd പോർഷൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും തോറൻഡിക് എന്ന് ഉള്ള ഒരു വ്യക്തിയെ പറ്റി നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ടേം എന്താണ്? യെസ്, ആനിമൽ ഇൻ്റലിജൻസ്. തോറൻഡിക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട കീവേഡ് ആനിമൽ ഇൻ്റലിജൻസ്. ഇത് ഞാൻ 25 ഗോൾഡൻ സീരീസിൽ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. തോറൻഡിക് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു പോയിൻറ്റ് ആനിമൽ ഇൻ്റലിജൻസ്. ഇതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാ സീരീസും പ്ലേലിസ്റ്റ് വൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സീരീസും നിങ്ങൾ ഡെഫിനറ്റായിട്ട് കണ്ടിരിക്കണം. കാരണം നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, ഇത്ര ഉറപ്പോടെ ഒരു മാഡം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് അതുപോലെ തന്നെ ഒബേ ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ ആ നോട്ട്സ് കീപ്പ് ഓൺ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കൂ. നിങ്ങൾക്ക് എന്തായാലും വിജയം നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഓക്കെ, പിന്നെ ഓപ്ഷൻ സി പറഞ്ഞു ഹോവാർഡ് ഗാർഡ്നർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് ഇൻ്റലിജൻസ് തന്നെയാണ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഇല്ലേ, നമ്മൾ ലാസ്റ്റ് ടൈം നോക്കിയിട്ടുണ്ടായിരുന്നു കുറേ ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ്. ആ ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് ഹോവാർഡ് ഗാർഡ്നർ ആണ്. സോ അതൊന്ന് മൈൻഡിൽ വെച്ചോളൂ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഹോവാർഡ് ഗാർഡ്നർ. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അതായത് ഹോവാർഡിന് കുറേ അധികം മൾട്ടിപ്പിൾ ഗാർഡൻസ് ഉണ്ടായിരുന്നു എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇതുപോലെയുള്ള കീ പോയിൻറ്റ്സ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ പറഞ്ഞത് ട്രയാക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് റോബർട്ട് സ്റ്റെയിൻബർഗ് ആണ് എന്നുള്ളതാണ്. ഇതിൽ ട്രയാക്കിക് തിയറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ട്രയാക്കിക് അതായത് 3 സെറ്റാണ് ഇവിടെ പറയുന്നത്. ആ 3 സെറ്റ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ, ഡിസ്റ്റിങ്ക്റ്റ്, അനലിറ്റിക്കൽ.
ഈ ഒരു ട്രയാക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസ് ഓൺ ഹ്യൂമൻ ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. സോ ഇവിടെ 2 പോയിൻ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ട്രയാക്കിക് തിയറി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? ഹ്യൂമൻ ഇൻ്റലിജൻസും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിക്കാണ്. സോ അതൊരു പോയിൻ്റ് അല്ലേ? ഇനി നെക്സ്റ്റ് ഇയർ, അതായത് 2022 വരുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, വിച്ച് ഏരിയാസ് ആർ ദ ഫോക്കസ് പാർട്ട് ഓഫ് ട്രയാക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്നും ചോദിക്കാം. സോ അതിൻ്റെ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഹ്യൂമൻ ഇൻ്റലിജൻസും ക്രിയേറ്റിവിറ്റിയും. അല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് തിയറി ഓഫ് ഇൻ്റലിജൻസ് ഫോക്കസ് ഓൺ ഹ്യൂമൻ ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് ചോദിക്കാം. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ട്രയാക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് ബൈ റോബർട്ട് ജെ സ്റ്റെർൻബർഗ്. ഇനി പ്രാക്ടിക്കൽ എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് എന്താണ്, അനലിറ്റിക്കൽ എന്താണ്, അതെല്ലാവർക്കും നല്ല രീതിയിൽ അറിയണ്ടാവും. പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ ആ ഒരു എൻവയൺമെൻറ്റിലേക്ക് നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് നോക്കുന്നതാണ് പ്രാക്ടിക്കൽ. ഇനി ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ചാലഞ്ചസ്, എന്തെങ്കിലും ട്രൈയിങ് ഔട്ട് ന്യൂ തിങ്സ്, അതെല്ലാം ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇനി അനലിറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഓർഗനൈസ് എഫക്റ്റീവ്ലി, നല്ല രീതിയിൽ അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് നോക്കുന്നതാണ് അനലിറ്റിക്കൽ. ഓക്കെ, സോ ട്രയാക്കിക് തിയറി എന്ന് പറയുമ്പോൾ 3 സെക്ഷനായിട്ടാണ്: പ്രാക്ടിക്കൽ, ഡിസ്റ്റിങ്ക്റ്റ്, അനലിറ്റിക്കൽ. ഈ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ നോട്ടിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ എഴുതിയാൽ പോരാ, പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പറയുന്ന പോയിൻറ്റ്സ് വരെ നിങ്ങൾ നോട്ടിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ. ഓക്കെ, സോ ഇപ്പോൾ ട്രയാക്കിക് തിയറിയിൽ നമ്മൾ 3 പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തു. ഒന്ന് പ്രൊപ്പോണ്ട് ചെയ്തത് റോബർട്ട് ജെ സ്റ്റെർൻബർഗ് ആണെന്ന് പറഞ്ഞു. പിന്നെ പ്രാക്ടിക്കൽ, ഡിസ്റ്റിങ്ക്റ്റ്, അനലിറ്റിക്കൽ, ഇത് 3 ട്രയാക്കിക് തിയറി ആയിട്ട് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ദിസ് തിയറി ഫോക്കസ് ഓൺ ഹ്യൂമൻ ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, സോ ട്രയാക്കിക് തിയറീനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ചാൾസ് സ്പിയർമാൻ്റെ ആ ഒരു തിയറി ഓഫ് ഇൻ്റലിജൻസ് ഏതാണെന്ന് നമുക്ക് കിട്ടി. പിന്നെ തൊറൻഡിക് എന്ന് പറയുമ്പോൾ തന്നെ അനിമൽ ഇൻ്റലിജൻസ് എന്ന് കിട്ടി. ഹൗവേർഡ് ഗാർഡനർ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി എന്നും നിങ്ങൾക്ക് കിട്ടി. സോ ഇവിടെ തന്നെ നിങ്ങൾക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടി അതുമാത്രം നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 11, അഡ്വാൻറ്റേജ് ഓഫ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടേമാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾ സ്കെച്ച് പെൻ വെച്ചോ അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റർ വെച്ചോ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. അതായത് ഇപ്പോൾ അഡ്വാൻറ്റേജ് ഓഫ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്താണെന്ന് അറിയില്ല എന്ന് വിചാരിക്കൂ. അപ്പോൾ നിങ്ങൾ എന്താണ് നോക്കേണ്ടത്? അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവാണ് ചോദിക്കുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവാണ് ചോദിക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം ടു പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട്. അപ്പോൾ തന്നെ ഒരു നെഗറ്റീവ് വൈബ് അടിച്ചില്ലേ നിങ്ങൾക്ക്? ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം, കുറേ അധികം സമയം എടുക്കുന്നു. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ? അപ്പോൾ അത് നമ്മൾക്ക് ക്രോസ് ഔട്ട് ചെയ്യാം. ഇനി ഓപ്ഷൻ ബി പറഞ്ഞത് ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കവർ, നമ്മൾക്ക് ആ ഒരു അവസരം കിട്ടുവാണ്, അതായത് ഡിസ്കവർ ചെയ്യാനായിട്ട് നമുക്കൊരു അവസരം കിട്ടുവാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി പറഞ്ഞിട്ടുള്ളത്. സോ അതിൽ നിന്ന് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. കാരണം ഒരു പോസിറ്റീവ് സൈഡുള്ള, ഒരു പോസിറ്റീവ് സൈനുള്ള ഒരു സെൻറ്റൻസാണ് ആ പറഞ്ഞത്. ഇനി ഓപ്ഷൻ സി നോക്കാം. ഇറ്റ് ഫോളോ പാസീവ് ലേണിംഗ്. പാസീവ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വൈബ് ഉള്ളതാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആക്റ്റീവിൻ്റെ ഓപ്പോസിറ്റാണ് പാസീവ്. പാസീവ് എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് വൈബാണ് നമുക്ക് തരുന്നത്. സോ അത് നമുക്ക് ക്രോസ് ഔട്ട് ചെയ്യാം. ഇനി ഓപ്ഷൻ ഡി പറയുന്നത് ടീച്ചർ ഡോമിനേറ്റഡ് ക്ലാസ് റൂം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ക്ലാസ് റൂം, ഒരു ടീച്ചർ എപ്പോഴും ഒരു ഫ്രണ്ട്ലി മാനർ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു നല്ല കുട്ടികളായിട്ട് നല്ല രീതിയിൽ ഒരു ഇൻട്രാക്ഷൻ, ഒരു ടൈപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ് റൂമാണ് എപ്പോഴും ഒരു ഹെൽത്തി ക്ലാസ് റൂം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരു ടീച്ചർ ഒരിക്കലും ക്ലാസ് റൂം ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷനും നമുക്കൊരു നെഗറ്റീവ് വൈബ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ 4 ഓപ്ഷനിൽ ഏറ്റവും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കവർ. സോ അത് തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എത്ര ക്രിസ്പായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക, എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കേൾക്കുക. ഓക്കെ, ഈ 4 ഓപ്ഷനിൽ ഇപ്പം ഞാൻ ചെയ്ത ട്രിക്ക് എന്താണ്?
ഓഡ് വൺ ഔട്ട്. അതായത് 3 ഓപ്ഷൻസ് ഒരു ഫാമിലി പെട്ടതും ഒരു ഓപ്ഷൻ മറ്റൊരു ഫാമിലി പെട്ടതായിരിക്കും. അത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഈ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ പറ്റി അറിയില്ലെങ്കിൽ കൂടി ഈ ഒരു ട്രിക്ക് വർക്കൗട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. ഓക്കെ, പറഞ്ഞ് നിർത്തിയത് നമ്മളുടെ ഒരു ട്രിക്ക് ബേസിലാണ്. ഇനി നമുക്ക് നേരിട്ട് നമ്മളുടെ ഫോക്കസ്, നമ്മളുടെ ആ ഒരു ടേം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അതായത് ഹീറോസ്റ്റിക് മെത്തേഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഹീറോസ്റ്റിക് മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഹീറോസ്റ്റിക് മെത്തേഡ്, ഈ ഒരു മെത്തേഡ് എയിം ചെയ്യുന്നത് കുട്ടികളെയാണ്. അതായത് ഇറ്റ് ഈസ് ടു മേക്ക് സ്റ്റുഡൻസ് ലേൺ ക്യൂരിയസ്ലി ബൈ ഡിസ്കവറി. അതായത് ടീച്ചേഴ്സ് അവിടെ ഒരു സൈലൻറ്റ് പാർട്ട്ണറായിട്ടാണ് നിൽക്കുന്നത്, ഒരു സൈലൻറ്റ് പ്ലെയർ ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത്. പകരം സ്റ്റുഡൻസ് ആണ് അവർക്ക് ആവശ്യമുള്ള നോളജ് അവർ തന്നെ ഡിസ്കവർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, സാധാരണ ഒരു ടീച്ചിങ്, ഒരു ക്ലാസ് റൂം ടീച്ചിങ് എങ്ങനെയാണ്? ടീച്ചേഴ്സ് ഇൻഫർമേഷൻസ് സ്റ്റുഡൻസിന് പാസ് ചെയ്യുന്നു എന്നുള്ളതല്ലേ. പക്ഷേ ഈ ഹീറോസ്റ്റിക് മെത്തേഡിൽ സ്റ്റുഡൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, സ്റ്റുഡൻസ് ആണ് അവിടെ കൂടുതൽ റോള് കളിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒന്ന് ഓർത്താൽ മതി. സോ ഹീറോസ്റ്റിക് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിനാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് അവർക്ക് തന്നെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ടോപ്പിക്ക് കിട്ടിയാൽ അതിനെപ്പറ്റി പ്രെഡിക്റ്റ് ചെയ്യാനും ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് ഈ ഹീറോസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. സെൽഫ് തിങ്കിങ്, സെൽഫ് സ്റ്റഡി, പിന്നെ പേർപ്പസ്ഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ്, ഇതെല്ലാം ഹീറോസ്റ്റിക് മെത്തേഡിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് വരും. അതുപോലെ തന്നെ കുട്ടികളാണ് ചിന്തിക്കുന്നത്, അതുകൊണ്ട് ലോജിക്കൽ തിങ്കിങ്ങും ഈ ഒരു കാറ്റഗറിയിൽ പെടാൻ പറ്റിയ ഒരു പോയിൻ്റാണ്. ഓക്കെ, സോ ഈ ഒരു മെത്തേഡിൽ ടോട്ടലായിട്ട് നടക്കുന്നത് ടീച്ചർ ഗിവ്സ് എ ടോപ്പിക് ഓർ എ പ്രോബ്ലം ടു സ്റ്റുഡൻസ് ആൻഡ് ദേ വിൽ ഹാവ് ടു ഫൈൻഡ് ദി സൊല്യൂഷൻ യൂസിങ് ലൈബ്രറി, ലാബ്, ഓൺലൈൻ റിസോഴ്സസ്, വർക്ക്ഷോപ്പ്, സെമിനാർസ് എക്സെട്ര. ജസ്റ്റ് നിങ്ങളൊരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ സ്കൂളിൽ നമ്മുടെ ടീച്ചേഴ്സ് അസൈൻമെൻറ്റ്സ് തരും. ഈ അസൈൻമെൻറ്റ്സ് തരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യും, ലൈബ്രറിയിൽ പോവും, കുറച്ച് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യും, പിന്നെ നമ്മളുടേതായ നമുക്ക് മനസ്സിലായ കുറച്ച് പോയിൻറ്റ്സ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യും, അല്ലേ? സെയിം സംഭവം തന്നെയാണ് ഈ ഹീറോസ്റ്റിക് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ട ഒരു പോയിൻറ്റ് ഹീറോസ്റ്റിക് മെത്തേഡ് എന്ന് ഓർക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട പോയിൻറ്റ് സ്റ്റുഡൻസ് ആണ് ഇവിടെ ഹീറോസ്. സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ചാണ് ഈ ഒരു ഹീറോസ്റ്റിക് മെത്തേഡിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത. ഓക്കെ, ഈ ഒരു ഹീറോസ്റ്റിക് മെത്തേഡും നമ്മൾ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം മനസ്സിലായി കാണും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ പഴയ സീരീസ് എല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം എന്ന് പറയുന്നതിൻ്റെ റീസൺ. ഓക്കെ, സോ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12. ഈ ക്വസ്റ്റ്യൻ്റെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4 ടേംസ് ഉണ്ട്. ഈ 4 ടേംസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം ലേണിംഗ് ഡിസോർഡേഴ്സിൽ വരുന്ന 4 പോയിൻറ്റ്സ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Primary school child frequently make mistakes in writing numbers. He is showing symptoms of. ഒരു പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ഒരു ചൈൽഡ്, ആ ഒരു ചൈൽഡ് എപ്പോഴും മിസ്റ്റേക്സ് വരുത്തും. എന്തിലാണ് അവൻ മിസ്റ്റേക്സ് വരുത്തുന്നത്? റൈറ്റിംഗ് നമ്പേഴ്സ്. ഈ റൈറ്റിംഗ് നമ്പേഴ്സാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട നമ്മളുടെ കീവേഡ്. ഓക്കെ, ഓപ്ഷൻ എ ഡൈസ്പ്രാക്സിയ, ഓപ്ഷൻ ബി ഡൈസ്കാൽക്കുലിയ, ഓപ്ഷൻ സി ഡിസ്ഗ്രാഫിയ ആൻഡ് ഓപ്ഷൻ ഡി ഡൈസ്ലെക്സിയ. സോ ഫസ്റ്റ് വൺ പറഞ്ഞത് ഡൈഫ്രാക്സിയ എന്നുള്ളതാണ്. ആ ഒരു ടേമിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫിക്കൽട്ടി ഇൻ ആക്ടിവിറ്റീസ് റിക്വയറിങ് കോർഡിനേഷൻ ആൻഡ് മൂവ്മെൻറ്റ്സ്. കോർഡിനേഷനും മൂവ്മെൻറ്റ്സിലും ഉണ്ടാവുന്ന കുറച്ച് ഡിഫിക്കൽട്ടീസാണ് ഡൈഫ്രാക്സിയയിൽ പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ബിയിൽ പറയുന്നത് ഡൈസ്കാൽക്കുലിയ ആണ്. ഡൈസ്കാൽക്കുലിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് ആ ഒരു ടേം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്സിൽ നമുക്ക് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഇല്ലേ, അത് മനസ്സിലാക്കാനുള്ള ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ മാത്തമാറ്റിക്സ് ആൻഡ് ദ നമ്പേഴ്സ്, അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ, സയൻസ്, ഇതെല്ലാം പ്രോബ്ലം വരുന്ന ഒരു ടേമാണ് ഡൈസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഓപ്ഷൻ സി ദാറ്റ് ഇസ് ഡൈസ്ഗ്രാഫിയ, ഇതിൽ പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് ലീഡ്സ് ടു പുവർ ഹാൻഡ് റൈറ്റിംഗ്, ഇൻകൺസിസ്റ്റൻറ്റ് സ്പേസിംഗ്,
റോങ് സ്പെല്ലിംഗ്. കംപ്ലീറ്റ് റോങ് ആയിട്ട് വരുന്ന കുറച്ചധികം പോയിൻറ്റ്സ് ആണ് ഈ ഡിസ്ഗ്രാഫിയയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിൻറ്റ്, അതായത് പ്രൈമറി സ്കൂൾ ചൈൽഡ് ഫ്രീക്വൻ്റ്ലി മേക്സ് മിസ്റ്റേക്സ് ഇൻ റൈറ്റിംഗ് നമ്പേഴ്സ് എന്നുള്ളത് വരുന്നത് ഡിസ്ഗ്രാഫിയയിൽ തന്നെയാണ്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ പറഞ്ഞു ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് it relates to the problem in reading, like in recognizing and understanding letters and words, low fluency. ലെറ്റേഴ്സും വേർഡ്സും ഒട്ടും ഫ്ലുവൻ്റ് അല്ലാതെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കണ്ടീഷനിലാണ് ഡൈസ്ലെക്സിയ എന്ന് പറയുന്നത്. സോ ഈ 4 ടേംസും നിങ്ങൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഡിസ്ഗ്രാഫിയാണ്. Okay, moving to question number 13. Psychological forgetting is also known as. Options are option A, withdrawal, option B, inhibition, option C, repression, and option D, suppression. Here the answer will be option C, that is repression. സോ ഈ 4 ടേംസ് വരുന്നത് ഡിഫെൻസീവ് മെക്കാനിസത്തിൻ്റെ കീഴിൽ വരുന്ന 4 ടേംസാണ്. നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡിഫെൻസീവ് മെക്കാനിസം. അതിൽ കുറേ അധികം ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ട്. എല്ലാം നിങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. ഈവൻ ദോ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും സ്ട്രെസ് ഔട്ട് ചെയ്ത് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 4 ടേംസിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഓഫ് ചെയ്ത് പോവാം. വിഡ്രോവൽ എന്ന് പറയുന്ന ടേം, ഇറ്റ് ഈസ് റിമൂവിങ് യുവർ സെൽഫ് either physically or emotionally from an unwanted situation. നമ്മൾക്ക് ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉൾവലിഞ്ഞു പോവുക എന്നുള്ളൊരു സിറ്റുവേഷനാണ്, എന്നൊരു ഡിഫെൻസീവ് മെക്കാനിസമാണ് വിഡ്രോവൽ. നമ്മൾ ആ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാതിരിക്കാൻ നമ്മൾ മിണ്ടാതിരിക്കും. ഇത് ഒരു വിഡ്രോവൽ ടൈപ്പ് ഓഫ് ഡിഫെൻസീവ് മെക്കാനിസമാണ്. ഓക്കെ, നമ്മൾക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് തട്ടി കയറാം, പക്ഷേ നമ്മൾ എന്താണ് ചെയ്തത്? കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരുന്നു. അവർ നമ്മളോട് തട്ടിക്കയറിയപ്പോൾ നമ്മൾ അവരോട് മിണ്ടാതിരുന്നു. അത് നമ്മളുടെ ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. ഈ ഒരു ഡിഫെൻസീവ് ടൈപ്പ് ഓഫ് മെക്കാനിസം എന്ന് പറയുന്നത് വിഡ്രോവൽ മെക്കാനിസമാണ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഇൻഹിബിഷനാണ്. ഇൻഹിബിഷൻ എന്ന് പറയുന്നത് ഷൈനസ്, ഒരു നാണം എന്നുള്ള ഒരു മീനിങ് വരുന്നതാണ് ഇൻഹിബിഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് റിപ്രഷനാണ്. Repression means that it is an unconditioned mechanism employed by ego to keep disturbing or threatening thoughts from becoming conscious. നമ്മൾ മനഃപൂർവ്വം ആ ഒരു കോൺഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നു മനഃപൂർവ്വം. സോ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ഡിഫെൻസീവ് മെക്കാനിസമാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ഫോർഗറ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു പേരാണ് റിപ്രഷൻ എന്നുള്ളത്. ഓക്കെ, സോ റിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ മനഃപൂർവ്വം അത് ആ ഒരു കോൺഷ്യസ് സ്റ്റേജിലേക്ക് വരാതെ അൺകോൺഷ്യസ് ആ ഒരു മെക്കാനിസത്തിലേക്ക് നമ്മൾ പോകുന്നതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ഓപ്ഷൻ എനിക്ക് പറയാനുള്ളത് സപ്രഷനാണ്. സപ്രഷന് ഞാൻ നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ സപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. സോ ഇനി നിങ്ങൾ സപ്രഷൻ എന്ന് ഓർക്കുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഓർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇതാണ് സപ്രഷൻ എന്നുള്ളത്. സോ എൻ്റെ എക്സാമ്പിൾ ഇതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. എനിക്ക് എൻ്റെ ബോസിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുണ്ട്. അതായത് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡോ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് എൻ്റെ ബോസിനോട് പറയാനുള്ളത്. പക്ഷേ എനിക്കത് പറയാൻ പറ്റുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജോബ്, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ജോബ് എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതെനിക്ക് മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് പ്രോബ്ലം ആകും. അതെനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ്ലി എനിക്കത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം സപ്രസ് ചെയ്ത് വെച്ചു, അതായത് താഴ്ത്തി വെച്ചിരിക്കുകയാണ്. എനിക്കത് ബോസിനോട് പറയാൻ പറ്റില്ല. അത്ര ഫ്രണ്ട്ലി ആണെങ്കിൽ മാത്രമാണ് എനിക്ക് ബോസിനോട് പറയാൻ പറ്റുന്നത്. പക്ഷേ ഇതെനിക്കിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലീനെ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ തോട്ട്സ് സപ്രസ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, സോ ഇതാണ് സപ്രഷൻ്റെ ബെസ്റ്റസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, സോ ഇപ്പോൾ നമ്മളൊരു 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോ ഞാൻ കുറച്ച് കഴിയുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇനി ഞാനിത്
കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വീഡിയോ ലെങ്തി ആയി പോവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കട്ട് ഷോട്ട് ചെയ്ത് 15 to 16 അല്ലെങ്കിൽ ഒരു 18 to 20 മിനിറ്റ്സിലേക്ക് കട്ട് ഷോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, സോ വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിങ് റൈറ്റ് നൗ. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.